എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. ജീവിതം മുഴുവൻ പാവപ്പെട്ടവർക്കും ചൂഷിതർക്കും ഇതിൽ സംരക്ഷണം നൽകാൻ വേണ്ടി നീക്കിവെച്ച ഒരു പോരാളിയായിരുന്നു സഖാവ് VS. കേരളം കണ്ട പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച പാവപ്പെട്ടവൻ്റെ പടത്തലവരാണ് VS. ഞാൻ കുട്ടിയായിരുന്ന അവസരത്തിൽ നേരം പുലരുന്നതിന് മുമ്പ് ചേർത്തല താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അരിവാളുമായി സ്ത്രീകൾ തണ്ണീർമുക്കം വോട്ടുചെട്ടിയിലേക്കും വോട്ടുചെട്ടിയിലേക്കും പോകുന്ന കാഴ്ച നിത്യേന ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അവരെല്ലാം തണ്ണീർമുക്കത്തു നിന്നും മുഹമ്മയിൽ നിന്നും വോട്ട് കയറി കുട്ടനാടൻ പാടശേഖരങ്ങളിൽ പണിക്ക് പോകാൻ അതിരാവിലെ നേരം പുലരുന്നതിന് മുമ്പ് അതിന് വീട്ടിലെ ജോലികളെല്ലാം തീർത്തു പോകുന്നതാണ്. വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് അവരുടെ ഈ നിത്യേനയുടെ യാത്ര. രാവിലെ പണി തുടങ്ങി വൈകുന്നേരം നേരെ വിരട്ടി പണി കഴിച്ച് രാത്രിയോട് വീട്ടിൽ മടങ്ങിയെത്തുന്നവർക്ക് കിട്ടുന്ന കൂലി തുച്ഛമായ കൂലി, അവമാനകരമായ ഒരു മാറ്റം. ഒരർത്ഥത്തിൽ അടിമകളെ പോലുള്ള ഒരു ജീവിതമായിരുന്നു ആ കാലഘട്ടത്തിൽ. അവരെ മനുഷ്യരാക്കിയത് അവർക്ക് മാന്യമായ കൂലി നേടാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന പടത്തലവൻ അച്യുതാനന്ദനായിരുന്നു. ഞാൻ അച്യുതാനന്ദനെ ആദ്യമായി നേരിട്ട് പരിചയപ്പെടുന്ന ആ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് വയലാറിൽ വെച്ച് പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെടാൻ അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ KSU പ്രസിഡൻ്റായിരുന്ന അവസരത്തിൽ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ അദ്ദേഹം സമരങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന അവസരത്തിലാണ് KSUവിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് യാത്രകളിൽ ഞാൻ ഒരിക്കൽ അദ്ദേഹമായി പരിചയപ്പെട്ടത്. ആ പരിചയം ജീവിതത്തിൻ്റെ അവസാന നാളുകളോടെ ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കർഷക തൊഴിലാളി രംഗത്ത് അദ്ദേഹം അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലെ കൈത്തൊഴിലാളികളുടെ സമരരംഗത്തെല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം കേരളത്തിലുടനീളമുള്ള എല്ലാ സമരമുഖങ്ങളിലും ചൂഷിതർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളെല്ലാം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ അനാരോഗ്യം വകവയ്ക്കാതെ നടക്കാനും പ്രയാസം, എഴുന്നേറ്റ് നിൽക്കാനും പ്രയാസം, ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആ സമരരംഗത്ത് രാവിലെ എത്തി വൈകുന്നേരം വരെ നിന്ന് തൊഴിലാളികൾക്ക് ആവേശം പകർന്ന കാഴ്ച കേരളം കണ്ടതാണ്. നേഴ്സുമാരുടെ സമരമുണ്ടായി, അതുപോലെ പല തൊഴിലാളി സമരങ്ങളിൽ ആ സമരങ്ങളെല്ലാം അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കൂടുതൽ അടുത്തത് 1970 ഞാൻ അസംബ്ലിയിലേക്ക് വന്നപ്പോഴാണ്. അച്യുതമേനോനാണ് മുഖ്യമന്ത്രി. MN ഗോവിന്ദനാരും TV തോമസും എല്ലാം ഭരണകക്ഷിയാണ്. പിന്നീട് കരുണാകരൻ വന്നു. EMS ആണ് പ്രതിപക്ഷ നേതാവ്. അച്യുതാനന്ദനും ബാലാനന്ദനും രണ്ടാം നിരയിലാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ പട നയിച്ചത് രണ്ടാം നിരക്കാരായ അച്യുതാനന്ദനും ബാലാനന്ദനുമായിരുന്നു. പിന്നീട് ഞാൻ മുഖ്യമന്ത്രിയായി. 77